നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും U1Me എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ തന്നെ പ്രോഡക്റ്റായ ഗൂഗിൾ Chromecast എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ തത്സമയം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ Chromecast എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഇത് ഗൂഗിളിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. HDMI ചാനലുകളും അതുപോലെ തന്നെ മൊബൈൽ സ്ക്രീൻ മിററിങ്ങും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂസർ മാനുവലായിട്ട് ഒരു ഇമേജ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ എങ്ങനെയാണ് TV യിൽ കണക്ട് ചെയ്യുന്നത്, മിററിങ് എങ്ങനെയാണ്, അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു മാനുവലാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡിവൈസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഡിവൈസ്. കാരണം വളരെയധികം പെർഫെക്റ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഇത് കാണുന്നത്. ഗൂഗിളിൻ്റെ ലോഗോ എല്ലാം ഇതിൽ കാണാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പവർ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു USB ഡാറ്റ കേബിളുമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക TVകൾക്കും USB കേബിൾ കണക്ട് ചെയ്യാവുന്നുള്ള പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പവർ അഡാപ്റ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും കമ്പനി ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് TV യിൽ കണക്ട് ചെയ്യാൻ ഉള്ള ഭാഗമാണ്. നമ്മളിത് TV യിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഡിവൈസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ HDMI കേബിളാണിത്. ഇത് നമ്മൾ TVയുടെ HDMI പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇതിനകത്തൊരു മാഗ്നറ്റിക് ഒക്കെ ഉണ്ട്. പിന്നെ സാധാരണ ചാർജർ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ കേബിളിനകത്ത് കണക്ട് ചെയ്യുക. ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് USB കേബിൾ നമുക്ക് TVയിൽ അതുപോലെ തന്നെ HDMI കേബിളും TVയിൽ രണ്ടും കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ പവർ സപ്ലൈ ആവശ്യമുള്ളത് കൊണ്ട് നമ്മളിത് കണക്ട് ചെയ്യണം. പിന്നെ ഇതിനകത്തൊരു റീസ്റ്റാർട്ടിങ് ബട്ടൺ ഇവിടെ കാണാൻ കഴിയും. അത് നമ്മൾ മറ്റൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീസ്റ്റാർട്ട് ആവശ്യപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീസ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ള മറ്റൊരു വീഡിയോ ഞാൻ കൂട്ടുകാർക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും തത്സമയം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.